അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? സുഖം തന്നെ അല്ലേ? നമുക്ക് ഇവിടെ സുഖം തന്നെയാണ്, അൽഹംദുലില്ലാഹ്. അപ്പം മക്കളെ, നമ്മളിന്ന് രാവിലെ തന്നെ നീച്ച് നമ്മളെ ചായയും കടിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ മുറ്റടിച്ച് തരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. മുറ്റമൊക്കെ അടിച്ചു തരികയാണ്. അപ്പോൾ ഈ മാക്സി കണ്ട ആരും പേടിച്ചരുത്. ഇത് നല്ല അടിപൊളി മാക്സിയാണ്, ഫുൾ കൈയൊക്കെ ഉണ്ട്. ഇത് നമ്മളെ അയൽവാസി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് കൊടുന്ന് തന്നതാണ്. അടിപൊളി മാക്സിയാണ്, ഫുൾ കൈയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ മുറ്റൊക്കെ അടിച്ചു വാരി കഴിഞ്ഞിരിക്കണ, ഇനിയും ഒരുപാട് പണികളുണ്ട്. അപ്പം മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളായത് കൊണ്ട് തന്നെ കുറച്ച് പണിയൊക്കെ ഓരൊക്കെ ഏൽപ്പിക്കണം. അപ്പം നിങ്ങളങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എല്ലാം ഒന്നും വലിയവർക്ക് എടുക്കാനൊന്നും കഴിയൂല. അപ്പോൾ കുട്ടികൾ ചെറുപ്പത്തിലെ ഓരോ പണികളൊക്കെ ഇങ്ങനെ ശീലിപ്പിച്ച് കൊടുക്കണം. എന്നാലേ ഇവർക്ക് വലിയതാകുമ്പോൾ പണിയെടുക്കാൻ മടിയില്ലാതെ നിൽക്കുള്ളൂ. അപ്പോൾ ഓളിങ്ങനെ പറഞ്ഞാലൊക്കെ ഇങ്ങനെ ചെയ്തു തരും ഓരോരോ പണികൾ. അപ്പോൾ ഇങ്ങനത്തെ പണികളൊന്നും ഞാൻ അടുപ്പിച്ചലില്ല. എന്നിട്ട് ഇങ്ങനത്തെ പണികളും ആണല്ലോ പഠിച്ച പെൺകുട്ടികളല്ലേ. എങ്ങനെ ആയാലും കുറച്ച് കഴിഞ്ഞാൽ കെട്ടിച്ച് വിടുമല്ലോ, എത്ര പഠിച്ചാലും. അപ്പോൾ ആരാൻ്റെ പെരയിൽ പോയി ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് ശീലിക്കണമൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മളെ പെരയിൽ നിന്ന് തന്നെ ഇങ്ങനത്തെ പണികളൊക്കെ ഒന്ന് എടുത്ത് ശീലിപ്പിക്കണം. എന്നാലും നമ്മളെടുക്കണ മാതിരിയൊന്നും ആവില്ല, ആദ്യമായിട്ടൊക്കെ എടുക്കുന്നത് ആയതുകൊണ്ട്. എന്നാലും നമുക്കൊരു കുറച്ചൊരു പണിക്ക് ആക്കം എന്ന് മാത്രം. ആദ്യമായിട്ട് എടുക്കണോണ്ട് തന്നെ അവർക്ക് അങ്ങനത്തെ ഒന്നും അറിയില്ലല്ലോ. ഇട്ടിട്ട് ഇങ്ങനെ ശീലമാകുമ്പോൾ ഇങ്ങനെ പടിയും. എന്തായാലും ഇപ്പോൾ ബാത്റൂമൊക്കെ കഴുകുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ബേസും കഴുകും. അതുകൊണ്ട് ഇപ്പോൾ ആ രണ്ട് പണി എനിക്കെടുക്കാതെ കഴിഞ്ഞു. എന്നാലും ഉണ്ടല്ലോ ഇപ്പോൾ നമുക്കിവിടെ പണി. പിന്നെ അങ്ങനെയൊക്കെ ബാത്റൂം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ വാഷ് ബേസ് കഴുകാൻ പോയിക്കണ്. ഇത് ചെറിയ മോളാണ്, മൂന്നാമത്തെ മോള്. ഓള് പഠിക്കുന്നത് 6ലാണ്, ഇനി 7ക്കാണ്. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ലേ. സ്കൂൾ തുറന്നാൽ പോലെ ഇതിനൊന്നും കിട്ടൂല. അപ്പം ഇനിയിപ്പോൾ നമ്മളൊറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടി വരും. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് തരണം കേട്ടോ. ആരും ലൈക്കൊന്നും അടിക്കലില്ല, എന്നാലും ഒരു ലൈക്ക് അടിച്ചോണ്ടി. പിന്നെ കമൻറ്റും ആരും ഇടൽ കാണാനില്ല. കമൻറ്റും ഇടുകൊണ്ടിട്ടോ എല്ലാവരും. വീഡിയോൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ഇടുകൊണ്ടി. അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. അപ്പം വാഷ് ബേസൊക്കെ നല്ല അടിപൊളിയായിട്ട് കേക്കിയൊക്കെ ചെയ്തിക്കണേ. പിന്നെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുത്തതാണ്. ഫുള്ളൊന്നുമില്ല, എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്കി. അപ്പോൾ ഏതായാലും ആ രണ്ട് പണികളൊക്കെ കഴിഞ്ഞിരിക്കണേ. ഇനി ഞാൻ അടുപ്പത്തേക്ക് മിറ്റടിച്ചേരലൊക്കെ കഴിഞ്ഞ് നല്ലോണം കയ്യും കാലൊക്കെ കഴുകി വൃത്തിയാക്കിയാണ്ട് നമ്മൾ വീണ്ടും അടുക്കളയിലേക്കൊക്കെ വന്ന് ചോറും കൂട്ടാനൊക്കെ ഒന്ന് ഉണ്ടാക്കുകയാണ്. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ പുറത്തൊന്നും ഇപ്പോൾ തീ പിടിപ്പിക്കലില്ല. അപ്പോൾ ഔത്തത്തെ അടുപ്പിൽ തന്നെയാണ്. ഒരു കറി, ഒരു മീൻ പൊരിയോ അല്ലെങ്കിൽ ഒരു ഉണക്കൽ പൊരിയോ, അപ്പോൾ അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് പോവുള്ളൂ. അരിയൊക്കെ ഇടാൻ ഒരുങ്ങാണ്. ഇനി നമുക്ക് നീക്കൊരു പരിപ്പും വെള്ളരിക്കും കൂടി ഇട്ടൊരു കറിയൊക്കെ ഉണ്ടാക്കണം, തേങ്ങ അരച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരി അങ്ങനെ എന്നൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളിവിടെ അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മളിവിടെ അടിപൊളി മഴയൊക്കെ പെയ്യുന്നുണ്ട്. അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അരി ഇടുന്നുണ്ട്.
അപ്പം മക്കളെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്, നിൽക്കാത്ത മഴയാണ്. അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ചോറിന് അരി ഇടുന്നുണ്ട്. ചോറൊക്കെ അവിടെ കടന്ന് വേട്ടെ, തളിച്ചാൽ വീണ അരിയാണ്, റേഷൻ പിടിയത്തെ അരിയാണ്. അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കറി ഉണ്ടാക്കി വെക്കണം. മീനൊന്നും കിട്ടിയിട്ടില്ല, മീനൊക്കെ കിട്ടിയിട്ട് വേണം ഉണ്ടാക്കാൻ. ഉണക്കൽ മീനുണ്ട് ഇവിടെ, പൊരിച്ച് വെക്കണം. അങ്ങനെയൊക്കെയാണ്. മഴ അങ്ങനെ പെയ്യുമ്പോൾ കുറച്ച് നേരം മഴയൊക്കെ ഇങ്ങനെ കണ്ടിരിക്കും. മഴ എപ്പോഴൊന്നും പെയ്യൂലല്ലോ അല്ലേ, മഴയൊക്കെ കുറവാണല്ലോ. അപ്പോൾ അധികം വെയിലും ചൂടൊക്കെ അല്ലേ, മഴക്കാലത്ത് തന്നെ വെയിലാണ്. മഴയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ അല്ലേ കിട്ടുള്ളൂ. അപ്പോൾ പെയ്യുമ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കും. ഇപ്പം ഇന്ന് ഏതായാലും നല്ല മഴയൊക്കെ പെയ്തിക്കണ്. നമ്മളിവിടെ പടുത്തിട്ടൊന്നുമില്ല, അത് അടുക്കളേൻ്റെ ഭാഗമാണ്. ഇവിടെ പടുത്തിട്ടൊന്നുമില്ല കേട്ടോ, കാരണം ഇത് അപ്പുറത്ത് മദ്രസിൻ്റെ തൊടുവാണ്, അതുകൊണ്ട് പടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അവിടെ എന്തൊക്കെ കോട്ടേഴ്സ് എന്തൊക്കെ വരുന്നുണ്ട് പറഞ്ഞ്, അപ്പം പിന്നെ നമ്മളിവിടെ പടുത്താൽ ഗതികേടല്ല വെച്ചിട്ട് അവിടെ പടുത്തിട്ടൊന്നുമില്ല. പിന്നെ അതിലാണ്ട് അങ്ങോട്ട് കാടാണ്. അപ്പം നമ്മൾ പെയിൻ്റ് അടിച്ച് ചുമരൊക്കെ ഇവിടെ ചോക്കൊണ്ട് വരച്ച് കേടെത്തിക്കണ കുട്ടികൾ. മക്കളെ ഈ കുട്ടി കാട്ടി വെച്ചിരിക്കുന്നു ഇവിടെ കണ്ടോ, കുട്ടി കാട്ടി വെച്ചിരിക്കുന്നു ഇവിടെ കണ്ടോളിങ്ങളെ. اللهم صل وسلم وبارك على سيدنا محمد صلاة تكون لك رضاء ولحقه أداء. اللهم صل وسلم وبارك على سيدنا محمد. അപ്പോൾ മക്കളെ, നമ്മൾ ഇങ്ങനെ ചോറും കറിയും കൂട്ടാനും അടിച്ചേരി തുടക്കലും പാത്രം പോലും മാത്രം പോരാ. നാളെ മറ്റന്നാളൊക്കെ നമുക്ക് മരിച്ചു പോവാനുള്ളതല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകുമെന്നാണല്ലോ പറയൽ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ സ്വലാത്തൊക്കെ ചൊല്ലണം. കിട്ടുന്ന സമയം വെറുതെ കളയരുത്, സ്വലാത്ത് ചൊല്ലണം, ദിക്ർ ചൊല്ലണം. പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ പണിയെടുക്കുകയാണെങ്കിലും നമ്മളെ നാവ് വെറുതെ അല്ലേ. അപ്പോൾ ആ ഇടയിലൊക്കെ നമ്മളിങ്ങനെ സ്വലാത്ത് ദിക്റൊക്കെ ഇങ്ങനെ ചൊല്ലിക്കാണ്ട് നമ്മളെ ജീവിതം മെച്ചപ്പെടുത്തണം കേട്ടോ. അല്ലാതെ വെറും ചോറും കറി കൂട്ടാനും അത് തിന്ന് കുത്തിർന്നിക്കാണ്ട് ഇങ്ങനെ നിൽക്കല്ലല്ലോ. അപ്പം അങ്ങനെ നമുക്ക് മരിച്ചു പോകേണ്ട മനുഷ്യന്മാരല്ലേ നമ്മളൊക്കെ. അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്തോണ്ടി. അപ്പം അങ്ങനെ വർത്തമാനത്തിൻ്റെ ഇടയിൽ നമ്മളെ ചോറ് വയ്ക്കണ്, നല്ല പരിപ്പ് കറി, പരിപ്പും കുമ്പളങ്ങി അല്ല വെള്ളരിക്കിട്ട കറി, തേങ്ങ അരച്ച കറി ഇവിടെ റെഡി ആയിക്കണ്. പിന്നെ തേങ്ങ പാരണുള്ളൂ കേട്ടോ. അങ്ങനെ കറിയൊക്കെ ഇവിടെ റെഡി ആയിക്കണ്. ഇതൊന്ന് വറവിടണം. പിന്നെ മീൻ കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യോണ്ടിട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.